രണ്ടാൾക്കാരെ ഒപ്പം നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന വേദിയാണ്. പക്ഷെ ആദ്യം വലിയ ഏട്ടത്തിനെ, കബീറത്തായ വലിയ പെണ്ണിനെ നിക്കാഹ് ചെയ്യുന്ന വേദിയില് ഓളെ കണ്ടുപോയ ആ വലിയ പെണ്ണിന്റെ ഏട്ടത്തിന്റെ പുതിയാപ്പിളക്ക് ഈ വലിയ പേര് പറഞ്ഞു കൊടുത്തപ്പോ അൻസത്തിന്റെ പേരാ പറഞ്ഞു കൊടുത്തത്. സ്വീപ്പ കഴിഞ്ഞ എന്തെങ്കിലും ബാക്കിയുണ്ടാവും? ഇതിലും വലിയ പ്രയാസം ഏതെങ്കിലും ഉണ്ടോ? ഏട്ടത്തിന്റെ പേര് പറയുന്ന സ്ഥലത്ത് ആരെ പേര് പറഞ്ഞു? അൻസത്തിന്റെ പേര് പറഞ്ഞു. അതിലാകെ പ്രശ്നമായി. അതില് പ്രശ്നമായപ്പോ എന്തായി? എന്നാല് പിന്നെ ഇനി അൻസത്തിനെ ഇനി അടുത്ത പുതിയാപ്പിളക്ക് കെട്ടിച്ചു കൊടുക്കണമെങ്കിൽ സ്വീപ്പായി കിടക്കുകയാണ്. കാരണം അൻസത്തിനെ വേറെ ആളെ കെട്ടിക്കഴിഞ്ഞു. ഇനി അൻസത്തിന് കണ്ടച്ച ആ പുതിയാപ്പിളക്ക് പിന്നെ അടുത്ത നിക്കാഹ് ചെയ്തു കൊടുക്കണമെങ്കിൽ ഈ പെണ്ണിനെ എന്താക്കണം? ത്വലാഖല്ലാണ്. അങ്ങനെ ത്വലാഖ് ചെല്ലണം എന്നുള്ള അഭിപ്രായം വന്നു. അപ്പൊ പിന്നെ വേറെ സംശയം, ത്വലാഖ് ചൊല്ലിയാൽ പിന്നെന്ത് വേണം? പിന്നെ ഇദ്ദ ചെയ്യണ്ടേ? ത്വലാഖ് ചൊല്ലിയാൽ മാത്രം പോരല്ലോ, ഇദ്ദ കഴിഞ്ഞതിന് ശേഷമല്ലേ നിക്കാഹ് നടത്തി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ സംശയം വന്നു. അങ്ങനെ അവിടെ ആകെ പ്രശ്നമായി. സത്യത്തിൽ അവിടെ ഉള്ള മസാല, പിന്നെ ഉസ്താദുമാർ അവിടെ ഉള്ള മസാല എങ്ങനെ പറഞ്ഞത്? ഇവിടെ അങ്ങനെ ഒരു ത്വലാഖ് ചെല്ലേണ്ട വിഷയം വന്നിട്ടില്ല. പിന്നെ അൻസത്തിനെ ഇനി അടുത്ത പുതിയാപ്പിളക്ക് കെട്ടിച്ചു കൊടുക്കണേന് തടസ്സവും വന്നിട്ടില്ല. അതെന്തേ? ഈ പിന്നെ വലിയനറിയാം ഈ ആദ്യം വന്നിരിക്കുന്നത് എന്റെ വലിയ മകളെ കെട്ടാൻ വേണ്ടി വന്ന്, എന്റെ വലിയ മകളെ കണ്ട് പറ്റി ഓളെ കെട്ടാൻ വേണ്ടി വന്നിരിക്കുന്ന സാധുവാണ് ഈ ഒന്നാമത്തെ ആള് എന്നുള്ളത് വലിയനറിയാം. അപ്പോ ഈ കെട്ടുന്ന ആൾക്കും അറിയാം ഞാൻ കെട്ടുന്നത് ഇയാളെ വലിയ മകളെയാണ്. അപ്പൊ രണ്ടാളെ മനസ്സിലും പിന്നെ ദിഹിനിൽ രണ്ടുപേരുടെ മനസ്സിലും ആരാണുള്ളത്? ഈ വലിയ മകളാണുള്ളത്. പേര് പറഞ്ഞപ്പോ മാറിപ്പോയി എന്നുള്ളൂ. അപ്പോ യഥാർത്ഥത്തിൽ ഈ വലിയ മകളെ കെട്ടാൻ വേണ്ടി വന്ന ആള് വലിയ മകളെ തന്നെ കെട്ടിയിട്ടുള്ളൂ. പേര് പറഞ്ഞപ്പോ ആ പേരിലല്ല അവിടെ ഉള്ളത്. രണ്ടുപേരുടെയും നിയ്യത്തും അവർ രണ്ടുപേരുടെയും മൻവിയായ കാര്യം ഏതാണോ അതാണ് അവിടെ നടപ്പിലാവുക എന്ന മസല പ്രകാരം പിന്നെന്ത് വന്നില്ല? അവിടെ ത്വലാഖ് ചൊല്ലേണ്ടി വന്നില്ല, അല്ലെങ്കിൽ ത്വലാഖ് ചൊല്ലിനെ ഇതെടുക്കേണ്ടി വരും എന്നുള്ള സംശയങ്ങളൊന്നും വന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ഇവിടുത്തെ യഥാർത്ഥ മസായിലുകളിലേക്ക് തനബ്ബുഹാകുന്ന പിന്നെ വലിയ വലിയ അവഗാഹമുള്ള ആളുകൾക്ക് ഫിഖ്ഹുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ സംസാരിക്കാനും അതുമായി ബന്ധപ്പെട്ട് ഫത്വ കൊടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പല സമയങ്ങളിൽ നമുക്ക് പല രീതിയിലും പല സംശയങ്ങളും വെപ്രാളങ്ങളൊക്കെ ഈ ഫിഖ്ഹിൽ തന്നെ വന്നുപോകും. അതുകൊണ്ടാണ് ഫിഖ്ഹിന്റെ മസല കുറച്ച് ആ വിഷയത്തിൽ നല്ല ബന്ധമുള്ള ആളുകൾ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന് നമ്മുടെ ഉസ്താദുമാർ പലപ്പോഴും പറയുന്നത്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് മഹാനായ, അതുകൊണ്ട് ഞാൻ എന്റെ വകയായിട്ട് ഒരു ചോദ്യത്തിന് മറുപടിയോ അതല്ലെങ്കിൽ പിന്നെ ചോദ്യം ഉണ്ടാക്കി അതിനുള്ള മറുപടികളോ ഒന്നുമല്ല പറയുന്നത്. മഹാന്മാരോട് ചോദിച്ച ചോദ്യങ്ങളും അവർ നൽകിയ ആ മറുപടികളും ഇൻഷാ അല്ലാഹ് പറയുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പോ ബഹുമാനപ്പെട്ട സാലിയാത്ത് റഹിമഹുല്ലാ തങ്ങളോട് ചോദ്യം, മാ ഖൗലുക്കും അയ്യുഹൽ ഉലമാഉൽ കിറാം ഫീ ഖുനൂത്തിൻ നാസിലത്തി ഹൽ ഹിയ ഇദാ നസലത്ത് ഫീ ബലദത്തിൻ ഗൈരി ബലദിന യജൂസു ലനാ അൻ നഖുനുത ലഹാ ഫീ ബലദിന അം ലാ വഹൽ യഖ്തസ്സു ബിസ്സുബ്ഹി അം ലാ ബയ്യിനു അലാ മദ്ഹബി ശാഫിഇയ്യ ജസാകുമുല്ലാഹു ഖൈറാ. മഹാനായ സാലിയാത്ത് റഹിമഹുല്ലാ ഷാഫി മദ്ഹബ് അല്ലാത്ത മദ്ഹബുകളിലും ഫത്വ കൊടുക്കുന്ന മഹാനാണ്. അതുകൊണ്ട് തന്നെ മഹാനവറുകളോട് ചോദിക്കുമ്പോൾ ചില ചോദ്യങ്ങളിൽ ഹനഫി മദ്ഹബ് അനുസരിച്ചും ഷാഫി മദ്ഹബ് അനുസരിച്ചും ഇതിന്റെ ഹുക്കുമ് പറഞ്ഞു തരി എന്ന് ചിലപ്പോൾ ചോദിക്കും. ചിലപ്പോൾ ഹനഫി മദ്ഹബ് അനുസരിച്ച് ഇതിന്റെ ഹുക്കുമ് പറഞ്ഞു തരി എന്ന് ചിലപ്പോൾ ചോദ്യം ഉണ്ടാവും. ചിലപ്പോൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഇതിന്റെ ഹുക്കുമ് പറഞ്ഞു തരി എന്ന് ബഹുമാനപ്പെട്ടവരോടൊക്കെ ചോദ്യം വരും. ഇവിടെ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഈ വിഷയത്തിൽ ഉള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അഥവാ നാസിലത്തിന്റെ കുനൂത്ത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു വിപത്ത് മുസ്ലിമീങ്ങളിൽ പിന്നെ ഒരു വിപത്ത് ഉണ്ടാകുമ്പോ നമ്മൾ 5 വക്ത് നിസ്കാരത്തിലും ഒരു കുനൂത്ത് ഓതാറുണ്ട്.
എല്ലാ വക്തിലും. ആ കുനൂത്ത് ഈ നമ്മുടെ നാട് അല്ലാത്ത നാടുകളിലാണ് ഈ നാസിലത്ത് ഇറങ്ങിയിട്ടുള്ളത്, ഈ പ്രയാസം ഉണ്ടായിട്ടുള്ളത്. എന്നാലും നമ്മുടെ നാട്ടിൽ ഈ കുനൂത്ത് ഓതാവോ? ഇതാണ് ചോദ്യം. അതുപോലെ തന്നെ ഈ നാസിലത്തിന്റെ കുനൂത്ത് സുബഹി നമസ്കാരത്തിൽ മാത്രമേ ഓതാൻ പറ്റുള്ളൂ, അതല്ല എല്ലാ വക്തിലും ഓതാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ചോദ്യത്തിന് മറുപടി അല്ലാഹിറു അദമുസ്തിറാത്തി ഇത്തിഹാദിൽ ബൽദതി ഫി മസ്നൂനിയത്തി ഖുനൂത്തിൽ നവാസിലി ഫി സാഇരിൽ മക്തൂബാത്തി. കണ്ടോ, 5 വക്ത് സുബഹി അല്ലാത്ത എല്ലാ 5 വക്തുകളിലും, സുബഹി എന്ന് മാത്രമല്ല എല്ലാ 5 വക്തുകളിലും പിന്നെ നാസിലത്തിന്റെ കുനൂത്ത് സുന്നത്താകുന്ന വിഷയത്തിൽ ഈ നാസിലത്ത്, ഈ പ്രതിസന്ധി, ഈ പ്രയാസം ഉള്ള നാടും ഈ ഓതുന്ന ആളുടെ നാടും രണ്ടും ഒന്നാവണമെന്ന് ഷർത്തി ഇല്ല എന്നുള്ളത് തന്നെയാണ് ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും ദാഹിറായി കിട്ടുന്നത്. വഫിൽ മിൻഹാജ് മാ തുഹ്ഫ, നബവി ഇമാമിന്റെ മിൻഹാജ്, അതിന്റെ വിശദീകരണമാകുന്ന മഹാനായ ഇബ്നു ഹജർ ഹൈതമിയുടെ തുഹ്ഫയോട് കൂടെ നോക്കിയാൽ കാണാൻ സാധിക്കും. വയുസ്റഉൽ ഖുനൂത്ത് ഫി സാഇരിൽ മക്തൂബാത്ത്, പിന്നെ വയുസ്റഉൽ ഖുനൂത്ത് ഫി സാഇരിൽ മക്തൂബാത്ത്, 5 വക്ത് നിസ്കാരങ്ങളിലെ സുബഹി അല്ലാത്ത മറ്റുള്ള പിന്നെ എല്ലാ ഇതിലും എന്താകുന്നു? കുനൂത്ത് സുന്നത്താകുന്നു. സായിരിൽ മക്തൂബാത്ത് പ്രയോഗിക്കാനുള്ള കാരണം സുബഹിയിലേതായിരുന്നാലും പിന്നെ സുന്നത്ത് ഉണ്ടല്ലോ കുനൂത്ത്. അപ്പൊ സുബഹി അല്ലാത്ത മറ്റുള്ള എല്ലാത്തിലും എന്തുണ്ട്? ഈ കുനൂത്ത്, നാസിലത്തിന്റെ കുനൂത്ത് സുന്നത്തുണ്ട്. ലിന്നാസിലത്തിൽ ആമത്തി അവിൽ ഖാസ്വത്തി അല്ലത്തി ഫീ മഅനൽ ആമത്തി ലിഅഉദി ളററിഹ അലൽ മുസ്ലിമീന അല്ലഹുജഹി. അപ്പോ ആമായ പൊതുവെ എല്ലാ മുസ്ലിമീങ്ങൾക്കും, ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും പ്രയാസമുണ്ടാകുന്ന സംഗതി വന്നാലും നാസിലത്തിന്റെ കുനൂത്ത് ഓതാം. അതുപോലെ തന്നെ ആമായതല്ലാത്ത ഖാസ്വായ ഒരു നിർണിതമായ സ്ഥലത്തോ നിർണിതമായ വ്യക്തിക്കോ മാത്രം വന്നൊരു മുസീബത്താണെങ്കിലും അതിനു വേണ്ടിയും നാസിലത്തിന്റെ കുനൂത്ത് ഓതാവുന്നതാണ്. ഇന്ദഹ തുഫേലി ഭാരത്ത് കഴിഞ്ഞു. വഫിൽ മഅനി വഖളിയത്തു തിലാഖി നാസിലത്തി അന്നഹു ലാ ഫർഖ ഫീഹാ ബൈനൽ ആമത്തി വൽ ഖാസത്തി ബിബഅദിഹിം കൽ അസ്രി വനഹ്വിഹി ഹത്താ യുസ്തഹബ്ബു ലഹു വലിഗൈരിഹി വഹാദാ ഹുവ ളാഹിറു. അപ്പൊ നാസിലത്തിന് വേണ്ടിയിട്ട്, ഒരു പ്രതിസന്ധി ഉള്ളതിന് വേണ്ടിയിട്ട് കുനൂത്ത് ഓതൽ സുന്നത്താണ് എന്ന് പറയുമ്പോൾ ആ പ്രതിസന്ധി എല്ലാ പ്രതിസന്ധിയും പെടുന്നു. ആമായ പ്രതിസന്ധിയും പെടുന്നു, ഖാസായ പ്രതിസന്ധിയും പെടുന്നു, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പ്രതിസന്ധിയും പെടുന്നു, പിന്നെ ഒരു ചില സ്ഥലങ്ങളിൽ മാത്രമുണ്ടാകുന്ന പ്രതിസന്ധിയും പെടുന്നു. അതുകൊണ്ട് ഈ കുനൂത്ത് ഒരു മറ്റു സ്ഥലങ്ങളിലും മുസ്ലിമീങ്ങൾക്ക് വിപത്ത് ഇറങ്ങിയാൽ നമ്മുടെ നാടുകളിലും കുനൂത്ത്, നാസിലത്തിന്റെ കുനൂത്ത് ഓതാവുന്നതാണ് എന്നാണ് മഹാനവറുകൾ ആ വിഷയത്തിൽ നൽകുന്ന ഫത്വ. ഇനി അടുത്ത ചോദ്യം, അടുത്ത മഹാനവറുകളോടുള്ള ചോദ്യം മാ ഖൗലുക്കും. ആ ചോദ്യത്തിലുള്ളത് നാസിലത്തിന്റെ കുനൂത്ത് മറ്റു രാജ്യങ്ങളിലൊക്കെ എന്തെങ്കിലും വിപത്ത് വന്നാലും നമുക്ക് ഓതാവോ? അതല്ല നമ്മുടെ നാടിൽ വിപത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാസിലത്തിന്റെ കുനൂത്ത് ഓതാൻ പാടുള്ളൂ, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇല്ല, എല്ലാ സമയത്തും നമുക്ക് നാസിലത്തിന്റെ കുനൂത്ത് ഓതാം. രണ്ടാമത്തെ ചോദ്യം മാ ഖൗലുക്കും ദാമ ഫദ്ലുക്കും വഖാമ ദൂലുക്കും ഹൽ തുക്റഹു ഫീ സ്വലാത്തിൽ ഇശാഇ ഖിറാഅത്തു മാ ഫൗക സൂറത്തി വൽഹ വമാ തഹത സൂറത്തുൽ ബുറൂജ് അം ലാ വഹൽ തുക്റഹു തർക്കു സുവരിൽ മന്ദൂബ ഫി സ്വലവാത്തിൽ ഖംസി അം ലാ അജീബു തുഹബു. എന്താണ് ചോദ്യമുള്ളത്? ഇശാ നിസ്കാരത്തിൽ വല്ലുഹ സൂറത്തിന്റെ മേലെയും അതുപോലെ തന്നെ വസ്സമാഇ ദാത്തിൽ ബുറൂജ് എന്ന സൂറത്തിന്റെ താഴെയുമുള്ള സൂറത്തുകൾ ഇശാ നിസ്കാരത്തിൽ ഓതൽ കറാഹത്തുണ്ടോ? ഇതാണ് ചോദ്യം. വേണമെങ്കിൽ ഒരു പള്ളിയിലുള്ള ഉസ്താദ് എപ്പോഴും വേണമെങ്കിൽ ലുഹന്റെ മുകളിലുള്ളതും അതുപോലെ തന്നെ
പിന്നെ വസ്സമായിദാത്തിൽ ബുറൂജ് എന്ന ആ സൂറത്തിന്റെ താഴെയുള്ളതും ഇത് മാത്രം ഇശാ നിസ്കാരത്തിൽ ഓതും, വല്ലുഹാന്റെ താഴത്തേക്കുള്ളത് ഓതൂല, അല്ലെങ്കിൽ വസ്സമായിദാത്തിൽ ബുറൂജിന്റെ മേലക്കുള്ളത് ഓതൂല. അപ്പോ ഇത് വല്ലുഹാന്റെയും വസ്സമായിദാത്തിൽ ബുറൂജിന്റെ ഇടയിലുള്ളത് ഇങ്ങനെ ഇശാ നിസ്കാരത്തിൽ ഓതൽ കറാഹത്തുണ്ടോ എന്നാണ് ചോദ്യം. അതിൽ തന്നെ മറ്റൊരു ചോദ്യം, വഹൽ തുക്റഹു തർക്കു സുവറിൽ മന്ദൂബത്തി ഫി സ്വലവാത്തിൽ ഖംസി അംല. 5 വക്ത് നിസ്കാരങ്ങളിൽ സുന്നത്താക്കപ്പെടുന്ന പിന്നെ സൂറത്തുകളുണ്ട്. ആ സൂറത്തുകളെ ഉപേക്ഷിക്കൽ കറാഹത്തുണ്ടോ? 5 വക്ത് നിസ്കാരങ്ങളിൽ പിന്നെ സുന്നത്തുള്ള സൂറത്തുകളാണ്. ഇൻഷാ അല്ലാഹ് അതിന് മറുപടിയിൽ വരും. ആ സൂറത്തുകൾ ഉപേക്ഷിക്കൽ കറാഹത്തുണ്ടോ? ഇതാണ് ചോദ്യം. ചോദ്യത്തിന് മറുപടി യുസന്നുലിൽ അസരി വൽ ഇശായി. ചോദ്യത്തിലുള്ളത് ഇശായി നിസ്കാരത്തിൽ വല്ലുഹാന്റെ മേലക്കും വസ്സമായിദാത്തിൽ ബുറൂജിന്റെ താഴേക്കുമുള്ള സൂറത്തുകൾ ഓതൽ കറാഹത്തുണ്ടോ എന്ന ചോദ്യം. ചോദ്യത്തിന് മറുപടി യുസന്നുലിൽ അസരി വൽ ഇശായി. അസറിനും ഇശായിനും സുന്നത്താണ് ഖിറാഅത്തു ഔസാത്തി സുവരി വഹിയ മിൻ സൂറത്തിൻ നബഇ ഇലൽ ളുഹാ. അപ്പോ ഇശാ നിസ്കാരത്തിലും അസർ നിസ്കാരത്തിലും ഔസാത്ത് സൂറ ഓതലാണ് സുന്നത്ത്. ഔസാത്ത് സൂറത്ത് എന്ന് പറഞ്ഞാൽ സൂറത്തിൻ നബഇ മുതൽ അഥവാ അമ്മ സൂറത്ത് തൊട്ട് വല്ലുഹ വരെയുള്ള സൂറത്തുകളാണ് ഔസാത്ത് സൂറ. ഈ സൂറത്തുകള് അമ്മ തൊട്ട് വല്ലുഹ വരെയുള്ള സൂറത്തുകളാണ് എവിടെ ഓതൽ സുന്നത്ത്? ഇശായിലും സുബഹിയിലും ഓതൽ സുന്നത്ത്. അപ്പൊ ചോദ്യത്തിലുള്ളത് പിന്നെ അമ്മന്റെ താഴെയുള്ള സൂറത്താണ് വസ്സമായിദാത്തിൽ ബുറൂജ് എന്നുള്ളത്. അപ്പോ അത് കറാഹത്താണോ എന്നുള്ള ചോദ്യത്തിന് അത് കറാഹത്തല്ല, അത് സുന്നത്ത് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഓതേണ്ടത്. അമ്മ സൂറത്തിന്റെയും വല്ലുഹ സൂറത്തിന്റെയും ഇടയിലുള്ള സൂറത്തുകൾ തന്നെയാണ് ഇശായിൽ ഓതേണ്ടത്. സുബഹിയിലും പിന്നെ അസറിലും അങ്ങനെ തന്നെയാണ് ഓതേണ്ടത്. സുബഹില് തിവാലുൽ മുഫസ്സലാണ്. തിവാലുൽ മുഫസ്സലും പറയാം, തുവാലുൽ മുഫസ്സലും പറയാം. അതാണ് അത് ഹുജറാത്ത് മുതൽ പിന്നെ അമ്മ വരെയുള്ള സൂറത്തുകൾക്കാണ് തിവാലുൽ മുഫസ്സൽ അല്ലെങ്കിൽ തുവാലുൽ മുഫസ്സൽ എന്ന് പറയുന്നത്. അത് സുബഹിൽ അങ്ങനെയാണ് സുന്നത്ത്. പിന്നെ സുബഹിയിലും ലുഹുറിലും ഹുജറാത്ത് സൂറത്ത് മുതൽ അമ്മ വരെയുള്ള സൂറത്തുകളാണ് സുന്നത്ത്. അതുപോലെ തന്നെ പിന്നെ മഗ്രിബില് വല്ലുഹാന്റെ വല്ലുഹ മുതൽ അവസാനം വരെ നാസ് വരെയുള്ള സൂറത്തുകൾ ഖിസാർ എന്ന് പറയും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇവിടെ ഇശാഇ നിസ്കാരത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ കറാഹത്തൊന്നും വരുന്നില്ല. അത് അങ്ങനെ തന്നെ ഓതലാണ് സുന്നത്ത് എന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. അടുത്ത ചോദ്യം നമ്മുടെ പിന്നെ എനിക്കൊക്കെ ഒരു മറ്റേ എന്താ പറയാ ഉപകാരപ്പെടുന്ന ഒരു മറുപടിയാണ് അടുത്ത ചോദ്യത്തിൽ നൽകിയിട്ടുള്ളത്. കാരണം ഇവിടൊക്കെ ചിലപ്പോ ജുമക്ക് ഇന്നാത്തേനൊക്കെ സൂറത്തോടും നമ്മളെ നാട്ടില് ജുമയാകണമെങ്കിൽ പിന്നെ സദ്യസ്മി അൽഹത്താക്കിയും അല്ലെങ്കിൽ പിന്നെ ജുമാ സൂറത്തും മുനാഫിക്കും സൂറത്തും ഇതൊക്കെ ഓതിയാൽ നമ്മളെ നാട്ടിൽ ജുമയാവുള്ളൂ. എന്നാൽ ഇവിടെ ജുമ എന്താകാറുണ്ട്? ഇന്നത്തേനൊക്കെ വരെ പിന്നെ ജുമയിൽ ഓതാറുണ്ട് ഇല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്നത്തേനൊക്കെ ഓതാറുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ജുമയ്ക്ക് ഇന്നത്തേനൊക്കെ ഓതിയാണ്ടല്ലോ അവസാനത്തെ ഓതല. ഇന്നത്തേനൊക്കെ ജുമയൊക്കെ ഓതിയാല് പിന്നെ നമ്മളെ ജാരങ്കന്റെ സാഹിബിനെ പോലുള്ള ആൾക്കാരാണ് എന്ത് പരിപാടിയാണ് കാട്ടിയിട്ടുള്ളത്. വെള്ളിയാഴ്ച ഇന്നത്തേനൊക്കെ അത് ഈ കണ്ട നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വെള്ളിയാഴ്ചയാണോ ഇവിടെ പിന്നെ ഇന്നത്തേനൊക്കെ ഓതലിച്ചിട്ട് നമ്മളെല്ലാവരും കത്തിയും കയറെടുത്ത് ഇറങ്ങും ഇല്ലേ? എന്നാ ഇവിടെ പിന്നെ കമ്മിറ്റിക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തില്ല, പിരിച്ചുവിടുന്ന പേടിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് മുപ്പര് ധൈര്യമായിട്ട് എന്താ ഓതാറുണ്ട്, ഈ ഇന്നത്തേനൊക്കെ ഓതാറുണ്ട് ജുമയൊക്കെ. അപ്പോ അത് പിന്നെ ജുമാ പോലെയുള്ള നിസ്കാരങ്ങളിൽ സുന്നത്തായി വരുന്ന ഇത്തരം സൂറത്തുകൾ
നിത്യമായി ഓതിയാല് സാധാരണക്കാരായ ആളുകൾ ആ ഓതല് നിർബന്ധമാണ് എന്ന് പിന്നെ ധരിച്ചാൽ അപ്പൊ പിന്നെ ആ നിത്യമായി ഓതുന്നതിൽ നിന്ന് മാറ്റി വേറെ ഓതാം എന്നൊരു അഭിപ്രായമുണ്ട്. അഭിപ്രായം ശാഫി മദ്ഹബിൽ പ്രബലമല്ല. അപ്പൊ അതുകൊണ്ടാകാം അല്ലാഹു ആലം പിന്നെ ഇവിടെയുള്ള നാടുകളിലൊക്കെ ഈ സബ്ബിസ്മ അല്ലെങ്കിൽ അൽ ഹത്താക്ക, ജുമാ സൂറത്ത്, മുനാഫിഖ് സൂറത്ത് ഇതൊന്നും ഓതാതെ ഇന്നത്തേനാക്കിയും ഇദാ നസ്റുല്ലാഹിയും ഖുൽ ഹുവല്ലയും ഇതൊക്കെ ഓതിയിട്ട് ഇവർ ജുമാ നിസ്കരിക്കാനുള്ള കാരണം അതാകാം, അല്ലാഹു ആലം. ഏതായിരുന്നാലും ഇങ്ങനെ ഈ 5 വക്ത് നിസ്കാരങ്ങളിൽ പ്രത്യേകം ഓതണം എന്ന് പറഞ്ഞിട്ടുള്ള മന്ദൂബത്തായ സൂറത്തുകളുണ്ട്. ആ സൂറത്തുകളെ ഉപേക്ഷിക്കൽ കറാഹത്തുണ്ടോ എന്നാണ് ചോദ്യത്തിൽ ഉള്ളത്. വഹൽ തുക്റഹു തുർക്കു സുവരിൽ മന്ദൂബത്തി ഫി സ്വലവാത്തിൽ ഖംസി, 5 വക്ത് നിസ്കാരത്തിൽ ഈ സുന്നത്തായി വന്ന സൂറത്തുകളെ അത് ഉപേക്ഷിക്കല് പിന്നെ കറാഹത്തുണ്ടോ, അഥവാ വെള്ളിയാഴ്ച ഇന്നാഴ്ത്താനൊക്കെ ഓതിയാല് കറാഹത്തുണ്ടോ, അഥവാ വല്ല മൂലയന്മാരങ്ങനെ ഓതിയാൽ എന്താക്കണ്ട, അവരെ പിരിച്ചുവിടുന്നു വേണ്ട. ചോദ്യത്തിന് മറുപടി പറയുന്നു. എന്താണ്? ഖിറാഅത്തു സൂറത്തിൽ മന്ദൂബത്തി ഫി സ്വലവാത്തിൽ ഖംസി അഫ്ളൽ. 5 വക്ത് നിസ്കാരങ്ങളിൽ ഈ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മഗ്രിബില് ഖിസാറും അഥവാ വള്ളുഹയുടെ താഴെ ഉള്ളത് മഗ്രിബിലും ഇശായിലും അസറിലും വള്ളുഹ മുതല് പിന്നെ എമ്മ വരെയുള്ള സൂറത്തുകളും അതുപോലെ തന്നെ സുബഹിയിലും ലുഹറിലും ഹുജറാത്ത് മുതൽ എമ്മ വരെയുള്ള സൂറത്തുകളും ഇങ്ങനെ ഓതലാണ് നല്ലത് എന്ന് ആ പറഞ്ഞ സൂറത്തുകൾ ഓതാതെ വേറെ സൂറത്തുകൾ ഓതിയാൽ വലാ യൽസമു മിൻ തർക്കിഹ അൽ കറാഹത്തു, ഇത് ഉപേക്ഷിച്ചതുകൊണ്ട് കറാഹത്ത് വരികയില്ല. ഉപേക്ഷിച്ചതുകൊണ്ട് കറാഹത്ത് വരികയില്ല, ഒരു അഫ്ളലായ കാര്യം ഉപേക്ഷിച്ചു എന്നേ വരുള്ളൂ. ഇപ്പോ സുബഹിയിലും ളുഹറിലും തിവാലുൽ മുഫസ്സലാണ് ഓതേണ്ടതെന്ന് പറഞ്ഞാല് അത് എല്ലാ മഹല്ലുകളിലും അല്ലെങ്കിൽ എല്ലാ പള്ളികളിലും അത് ബാധകമാവുകയില്ല. ഇപ്പോ ആ മഹല്ലുകളിൽ ആ പള്ളികളില് വേറെയും കുറെ ആളുകൾ പിന്നെ തിരക്കുള്ള ആളുകളും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ സമ്മതം കിട്ടണം. തിവാലു ഹുജറാത്ത് സൂറത്ത് പോലെയുള്ള വലിയ സൂറത്തുകളൊക്കെ ഓതാൻ അവരുടെ സമ്മതം കിട്ടിയതിന് ശേഷമേ അത്രം വലിയ സൂറത്തുകൾ ഓതാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അവര് പിന്നെ കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ, അവരിനി കൂടുതൽ ആളുകൾ ഇനി വരാനും സാധ്യതയല്ല. ആ വന്ന ആളുകളാണെങ്കിലോ നിങ്ങൾ എത്ര നീട്ടി നിസ്കരിച്ചോളി എന്നുള്ള അഭിപ്രായക്കാരുമാണ്. അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് ഈ വലിയ വലിയ സൂറത്തുകളൊക്കെ ഓതാനുള്ള വകുപ്പുള്ളൂ എന്ന് ഇമാമികൾ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഈ നമ്മളെ ഗൾഫ് രാജ്യങ്ങളില് വെള്ളിയാഴ്ച ദിവസം മിന്നാഴ്ചനൊക്കെ ഓതലും എന്തില്ല, സംഗതി കറാഹത്തൊന്നുമില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഷാഫി മദ്ഹബിലും ഉള്ള അഭിപ്രായം. ഇനി അടുത്ത ചോദ്യം, ചെറിയ മസലകളാണ്, അതിലും കൂടുതൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അടുത്ത ചോദ്യം ബഹുമാനപ്പെട്ട ഷാലിയാത്ത് റഹിമഹുല്ലാനോട് ചോദിക്കപ്പെട്ട ചോദ്യമാണ്. മാ ഖൗലുക്കും ദാമ ഫദ്ലുക്കും അൻ സ്വലാത്തി 100 റകഅത്തിൻ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഹൽ ഹിയ സുന്നത്തുൻ വഹൽ യജൂസു ഫിഅലുഹാ ലിമൻ അലൈഹി ഫവായിതു ഫർളിൻ അം ഹിയ ബിദ്അത്തുൻ കബീഹത്തുൻ വമൽ ഖൗലുൽ മുഅ്തമദ് അല്ലദി അലൈഹി അൽ ഫത്വ ഫീ മദ്ഹബിനാ അഫ്തൂനാ ബിസ്സനദി ജസാക്കുമുല്ലാഹു ഖൈറാ. ചോദിക്കുന്നു ആലുകുഞ്ഞി എന്ന് പറയുന്ന ആളെ ചോദിക്കുന്നത് ശവ്വാൽ 6-നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. 1350 ഹിജറ ശവ്വാൽ 6-നാണ് ചോദ്യം. മറുപടി കൊടുക്കുന്നത് പിന്നെ ശവ്വാൽ 10-നാണ്. അപ്പോ ചോദിക്കുമ്പോ ഉടനെ തന്നെ അല്ല മറുപടി, കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഉഖ്റവിയായ ആലിമീങ്ങളുടെ സ്വഭാവമാണ്. ചോദ്യത്തിന് തന്നെ ചോദിക്കാന്
എന്നോട് ഇങ്ങനെ ചോദിച്ചോളൂ, ഞാൻ ഉത്തരം നൽകിക്കോളാം എന്ന രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് വരാതെ, ചോദിച്ചാൽ തന്നെ അതിന് അല്പം കഴിഞ്ഞിട്ട് പഠിച്ചിട്ട് ഒന്നും കൂടി വിശദമാക്കി അതിന് ശേഷം പറഞ്ഞു തരാം എന്ന് പറയുന്നത് ഉഖറവിയായ ആലിമീങ്ങളുടെ സ്വഭാവമാണ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി അദ്കിയയിൽ പറഞ്ഞല്ലോ, വൈലൽ ഫതാവാ ലാ യകൂനു മുസാരിഅൻ വയഖൂലു ഇസ്അൽ മൻ യകൂനു തഅഖലാ. ഉഖറവിയായ ആലിമീങ്ങളുടെ അടയാളങ്ങൾ എണ്ണി പറഞ്ഞെടുത്ത് പറഞ്ഞു, വൈലൽ ഫതാവാ ലാ യകൂനു മുസാരിഅ, ഫത്വ കൊടുക്കുന്നതിലേക്ക് ഇങ്ങനെ മുന്നിട്ട് ഇങ്ങനെ വരൂല. എന്ത് കേൾക്കുമ്പോൾ അത് എന്നോട് ചോദിച്ചോളൂ, ഞാൻ ഫത്വ കൊടുത്തോളാം, ഞാൻ ഫത്വന്റെ ആളാണ് എന്ന് പറഞ്ഞ് മുന്നിട്ട് വരൂല. ഉഖറവിയായ ആലിമീങ്ങൾ അതൊക്കെ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. പക്ഷെ ഇപ്പറഞ്ഞതിന്റെ അർത്ഥം ഈ ഫത്വ കൊടുക്കുന്ന ആലിമീങ്ങൾ എല്ലാ ആൾക്കാരും അവരൊന്നും ഉഖറവിയായ ആലിമീങ്ങളല്ല എന്നല്ല. ഈ ബെയ്ത്ത് പാടിയിട്ട് ഒരു കുഞ്ഞാപ്പു പിന്നെ ഒരു സംഗതി പറയുന്നുണ്ട്. നമ്മുടെ ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനൊക്കെ അതുപോലെ തന്നെ പേരോട് ഉസ്താദിനൊക്കെ മോശമാക്കിയിട്ട് ഈ ബെയ്ത്ത് പാടിയിട്ട് പറയുന്നുണ്ട്. നമ്മളെ ഉസ്താദന്മാരുടെ മുന്നിൽ പല ആളുകളും വന്നിട്ട് ഫത്വ ചോദിക്കും. ആ ഫത്വ കൊടുക്കുന്ന ആളുകളൊക്കെ മോശക്കാരാണെന്നല്ല. അങ്ങനെയാണെങ്കിൽ ഇബ്നു ഹജർ ഹൈതമി മോശക്കാരനാകും. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അവിടുത്തെ ഉസ്താദാകുന്ന ഇബ്നു ഹജർ ഹൈതമിക്ക് ഫതാവൽ കുബ്രയുമുണ്ട്, ഫതാവൽ ഹദീസിയുമുണ്ട്. നിരന്തരം ഫത്വകൾ, നിരവധി ഫത്വകൾ അതിലുണ്ട്. ആ ഫത്വകളൊക്കെ നൽകിയ തന്റെ ഉസ്താദ് ഉഖറവിയായ ആലിമല്ല എന്നാണോ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത്? അല്ല. അതിന്റെ അർത്ഥം മറ്റൊന്നാണ്. അത് എല്ലാത്തിനും ഞാനിങ്ങനെ കൊടുത്തോളാം, ഞാനതിന് തയ്യാറായി നിൽക്കണം, എല്ലാവരും വന്നോളൂ, ചോദിച്ചോളൂ, ഞാനിങ്ങനെ ഈ ഫത്വ കൊടുക്കാൻ വേണ്ടി മുസാരിയായിട്ട് അതിനു വേണ്ടി ഇങ്ങനെ തയ്യാറായി ഒരുങ്ങി നിൽക്കുകയാണ് എന്ന രീതിയിൽ ഉഖറവിയായ ആലിമീങ്ങൾ നിൽക്കൂല. അതേ സമയത്ത് പിന്നെ ഫത്വ കൊടുക്കാൻ അർഹതപ്പെട്ട ആളുകൾക്ക് ഓരോ ആലിമീങ്ങൾക്കും അതാത് കാലങ്ങളിലുള്ള വലിയ ആലിമീങ്ങൾ സമ്മതം കൊടുക്കും. ആ സമ്മതം കൊടുത്തതിന് ശേഷമേ അവർ ഇത്തരത്തിലുള്ള ഫത്വകളെല്ലാം നൽകാറുള്ളൂ. ഇപ്പോ ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിന്റെ പിന്നെ മുന്നിലേക്ക് ഫത്വ ചോദിക്കാൻ വേണ്ടി പോകുമ്പോഴൊക്കെ ചിലപ്പോൾ ഓക്കെ ഉസ്താദ് പല ആലിമീങ്ങളിലേക്കും ചോദിക്കാൻ വേണ്ടി പറയും, എനിക്കിപ്പോ ഒഴിവില്ല, എനിക്കിപ്പോ പ്രയാസമാണ്. ഓക്കെ ഉസ്താദ് ഫത്വ കൊടുക്കുകയും ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ഓക്കെ ഉസ്താദ് മറ്റുള്ള ആളുകളോടും ചോദിക്കാൻ അർഹതപ്പെട്ട ആളുകൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പല ആലിമീങ്ങളിലേക്കും ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് നിർദ്ദേശിക്കും. എന്നിട്ട് അവരോട് പോയിട്ട് ഇങ്ങനെ ചോദ്യം ചോദിക്കും. അവര് ആ ഉസ്താദുമാര് ഇജാസത്ത് നൽകിയ ആ ഉസ്താദുമാരാണ് നമ്മുടെ സമസ്തയുടെ ഉലമാ. അവരാണ് ഈ രീതിയിലുള്ള ഫത്വകളൊക്കെ നൽകാറുള്ളത്. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് ഒരിക്കൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദിന്റെ അരികിൽ പോയിട്ട് ചോദിച്ചു, ദർസ് നടത്താനുള്ള ഇജാസത്ത് ചോദിച്ചു. അപ്പോ ഞാൻ ഓതിയ കിതാബും പിന്നെ നിങ്ങൾ ഓതിയ കിതാബും നിങ്ങൾ ഓതാത്ത കിതാബും എല്ലാം ദർസ് നടത്താനുള്ള ഇജാസത്തും അതിനുള്ളതൊക്കെ ഫത്വ കൊടുക്കാനുള്ള ഇജാസത്തും നൽകി എന്ന് കണ്ണിയത്ത് ഉസ്താദ് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനോട് പറഞ്ഞതായിട്ട് ഉസ്താദ് പറയാറുണ്ട്. അപ്പോ അങ്ങനെ വലിയ ആലിമീങ്ങളാണ് നമ്മുടെ സമസ്തയുടെ ഉലമാഇന് ഫത്വ നൽകാനൊക്കെ നിർദ്ദേശവും ഉപദേശവും ഇജാസത്തും കൊടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള കഴിവുള്ള ആളുകൾ ഫത്വ കൊടുക്കാതിരുന്നാലോ, അവരിതിന് താല്പര്യപ്പെട്ടിരിക്കല്ല, അവർ കൊടുക്കാതിരുന്നാലോ അതിലും വലിയ മുസീബത്താവും ഇവിടെ സംഭവിക്കുക. എത്ര തൊലാക്ക് ചെല്ലാലും തൊലാക്ക് പോകൂല. ചിലപ്പോ പിന്നെ അതില് വേറെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊന്നും വരാതിരിക്കാൻ വേണ്ടി അറിവുള്ള ആളുകൾ ആ വിഷയം കൈകാര്യം ചെയ്യേണ്ടി വരും, അനിവാര്യത ഉണ്ടാകുന്ന സമയത്ത്. അപ്പൊ അതൊന്നും ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞതിനെതിരല്ല. വൈലൽ ഫതാവ ലാ യകൂനു മുസാരിഅൻ
എന്ന് പറഞ്ഞതിനോട് എതിരല്ല. എതിരാണ് എന്ന് പറഞ്ഞാൽ ഫത്വ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉഖ്റവിയായ ആലിമ അല്ല എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം, മഹാനായ ഇബ്നു ഹജർ ഹൈതമിയാകുന്ന അവിടുത്തെ ഉസ്താദ്, ആ ഉസ്താദ് ഇവിടെ തെറ്റ് പ്രചരിപ്പിച്ച ആളാണ് എന്ന് പറയേണ്ടി വരും. ആ അബദ്ധം പറഞ്ഞ ആളായി വരും. അതുകൊണ്ട് അപ്പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. വേറെ രസമുണ്ട്, ഈ നമ്മുടെ ഉസ്താദുമാരെ പരിഹസിക്കാൻ വേണ്ടി ഒരു മഹാകുഞ്ഞാപ്പു ഈ ബൈത്തെല്ലാം പാടിയിട്ട് ഇങ്ങനെ പരിഹസിക്കുന്നതിന്റെ ഇടയിൽ മൂപ്പരന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ മൂപ്പരന്നെ പറയുന്നുണ്ട്. ആ പ്രസംഗത്തിൽ തന്നെ സംശയമുള്ളവർ ചോദിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതോ മൂപ്പര് ഫത്വ കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ രീതിയിൽ നമ്മുടെ ഉലമാഇനെ ഇത്തരത്തിലുള്ള ഓരോ മോശമായ രീതിയിൽ പറഞ്ഞ് അവരെ കൊച്ചാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വളരെ മോശമായ ശൈലി സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അവിടെ സ്വർണ്ണത്തൊട്ട് അല്ലാഹു തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചുരുക്കി പറഞ്ഞാൽ മഹാനവറുകൾ ഞാനിപ്പോ പറയാൻ കാരണം, ശവ്വാൽ 6-നാണ് ചോദ്യം, ഉത്തരം കൊടുക്കുന്നത് ശവ്വാൽ 10-നാണ്. അപ്പം തന്നെ എന്താ മനസ്സിലാകുന്നുണ്ട്, ഇവരൊന്നും ഫത്വ ചോദിക്കുമ്പോ തന്നെ ചാടി പിന്നെ അതിന് മറുപടി കൊടുക്കുന്നവരല്ല. ചെറിയ വിഷയങ്ങളാണെങ്കിൽ പോലും അത് പഠിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിൽ തഹ്രീർ നടത്തിയതിന് ശേഷമേ അവർ ഫത്വകൾ നൽകാറുള്ളൂ. അപ്പൊ ചോദ്യമുള്ളത്, ഈ ശഅബാൻ പകുതിയിലെ രാത്രിയിൽ ഒരു 100 റക്അത്ത് നിസ്കാരം ഉണ്ടല്ലോ, ആ നിസ്കാരം അത് ഒരുപാട് ഫർളുകൾ നഷ്ടപ്പെട്ടു പോയ ആൾക്ക് ജായിസാണോ? ശഅബാൻ പകുതിയിലെ രാത്രിയിൽ അന്ന് ഒരു 100 റക്അത്ത് നിസ്കാരമുണ്ട്. ആ നിസ്കാരം ഫർള് നഷ്ടപ്പെട്ടു പോയ, ഫർള് ഒരുപാട് ഖളാ വീട്ടാനുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു ഫർള് ഖളാ വീട്ടുന്നവരുമായി ബന്ധപ്പെട്ട ഫത്വ. ആ ഫർള് ഖളാ വീട്ടാനുള്ള ആൾക്ക് ഈ 100 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ? അതല്ല അംഹിയ ബിദഅത്തുൻ കബീഹത്തുൻ, അതല്ല അത് ഈ ഫർള് ഖളാ വീട്ടുന്നവർക്കും പറ്റൂല, ഫർള് വീട്ടാനില്ലാത്തവർക്കും പറ്റൂല. ആ കോലത്തിൽ അതൊരു മോശമായ ബിദഅത്താണോ? വമൽ ഖൗലുൽ മുഅ്തമദു അല്ലദി അലൈഹിൽ ഫത്വ ഫീ മദ്ഹബിനാ. അതുകൊണ്ട് നമ്മുടെ മദ്ഹബിൽ ഷാഫി മദ്ഹബിൽ ഈ വിഷയത്തിൽ എന്താണ് അതിന്റെ അഭിപ്രായം? മഹാനായ ശാലിയാത്ത് റഹിമഹുല്ലാഹിനോട് ചോദിക്കുന്നു. അവിടെ നിന്ന് മറുപടി പറയുന്നു, ബിസ്മിഹി തആല ശഅനുഹു എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ അല്ലാഹുമ്മ ഹിദായത്തുൽ ലിസ്സവാബ് എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി പറയുന്നു, ഇന്ന ഹാദിഹി സ്വലാത്തുൽ മസ്ഊല ബിദ്അത്തുൻ മദ്മൂമത്തുൻ ലാ യജൂസു ഫീലുഹാ ലിഅഹദിൻ ഫളിലൻ അമ്മൻ അലൈഹി ഫവായിതു ഫർളിൻ. നിങ്ങളിപ്പോ ചോദിച്ച ശഅബാൻ പകുതിയിലെ രാത്രിയിലുള്ള ഈ 100 റക്അത്ത് നിസ്കാരം ഉണ്ടല്ലോ, ഈ നിസ്കാരം അത് മോശമായൊരു അനാചാരമാണ്. അത് ലാ യജൂസു ഫീലുഹാ ലിഅഹദിൻ, ഒരാൾക്കും അത് ചെയ്യാൻ പറ്റുകയില്ല. ഫളിലൻ അമ്മൻ അലൈഹി ഫവായിതു ഫർളിൻ, ഇങ്ങട്ടല്ലേ പിന്നെ ഈ ഫർള് നിസ്കാരം ഖളാ വീട്ടാനുള്ള ആള് പിന്നല്ലേ ചെയ്യല്, അതാർക്കും പറ്റൂല. അതാർക്കും പറ്റാത്ത ഒരു ബിദ്അത്താണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പൊ നമ്മുടെ ആലിമീങ്ങള് ബിദ്അത്താകുന്ന കാര്യങ്ങൾ ബിദ്അത്താണ് എന്ന് നമ്മുടെ ആലിമീങ്ങൾ മുമ്പേ പറയാറുണ്ട്. പുത്തൻവാദികള് പിന്നെ ശഅബാൻ മാസം പകുതിയായ അവർ തുടങ്ങും ഈ സംഭവം ഉദ്ധരിച്ചിട്ട് ഇങ്ങനെ പറയുന്നു, കണ്ടോ അവർക്കൊരു 100 റക്അത്ത് നിസ്കാരമുണ്ട്, അത് ബിദ്അത്താന്നുള്ള നബിമാൻ പറഞ്ഞിട്ടുണ്ട്, അത് ബിദ്അത്താന്നുള്ള അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ ആലിമീങ്ങൾ മുമ്പേ പറയുന്നതാണ്. നമ്മളെ ഫത്ഹുൽ മുഈനിൽ വരെ ഇത് വളരെ കൃത്യമായി പറഞ്ഞ സംഗതിയാണ്. ഇങ്ങനെ ഒരു നിസ്കാരം ബിദ്അത്താണ്, അത് ചെയ്യേണ്ടതല്ല. അത് ഇവരിങ്ങോട്ട് വലിയ കാര്യമായിട്ട് നമ്മളെ മേല് വെച്ച് കെട്ടിയിട്ട് നിങ്ങളത് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ശഅബാന് പകുതിയാകുമ്പോ ഒരു 100 റക്അത്ത് നിസ്കരിച്ച ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ലേ? എന്നാ നിസ്കരിച്ച ഇല്ല, ആരുമില്ല. ഉണ്ടോ?
നമുക്കൊന്നും പരിചയമല്ല. കാരണം പിന്നെ നമ്മുടെ ഉസ്താദുമാരോ അല്ലെങ്കിൽ നമ്മുടെ നാടുകളിലോ ഇങ്ങനെ ഈശ്വര ഉസ്താദ് ഇപ്പോഴൊക്കെ കേൾക്കണത് ഇതിപ്പോഴെങ്ങനെ കേൾക്കല്? ഇവര് പുത്തൻവാദികൾ ഇത് പറഞ്ഞു നടക്കാറുണ്ടേ. ഇവർക്ക് ഇങ്ങനെ സുന്നത്ത് നിസ്കാരമുണ്ട്, 100 റക്അത്ത് നിസ്കാരമുണ്ട്, അത് ബിദഅത്താന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു നടക്കും. നമ്മള് ഇങ്ങനെ ഈ 100 റക്അത്ത് നിസ്കാരമുണ്ട്, അത് സുന്നത്താണ്, അത് എല്ലാവരും ചെയ്യണം എന്ന് നമ്മൾ പ്രചരിപ്പിക്കാറില്ല. അത് നമ്മൾ ചെയ്യാറുമില്ല, നമുക്ക് പരിചയവുമില്ല. അതുകൊണ്ട് എന്നിട്ടും ഇവര് ഇതൊക്കെ നമ്മുടെ ഏർപ്പാടാക്കി കോട്ടി മാറ്റി ഇങ്ങനെ ബിദഅത്തിന്റെ ആളുകളാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ഇത്തരം വിഷയങ്ങളൊക്കെ പുത്തൻവാദികൾ പറയാറുണ്ട്. മഹാനായ സാലിഹത്ത് റഹിമഹുല്ലാഹ് ഇത് ബിദഅത്ത് തന്നെയാണ്, അത് ചെയ്യേണ്ടതല്ല. വഅലൈഹിൽ ഫത്വ ഫീ മദ്ഹബിനാ, അതാണ് നമ്മുടെ മദ്ഹബിൽ ഫത്വ കൊടുക്കേണ്ടത്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ഖാലൽ അല്ലാമത്ത് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫീ റിസാലത്തിഹി അൽ-ഈളാഹു വൽ ബയാനു ലിമാ ജാഅ ഫീ ലൈലത്തിർ റഗായിബി വൻ-നിസ്ഫി മിൻ ശഅബാൻ മാ നസുഹു വഇബാറത്തു നബവി റഹിമഹുല്ലാഹ് ഇമാമു അയിമ്മത്തിന അൽ-മുതഅഖിരീൻ ഫീ അജല്ലി കുതുബിഹി വഹുവ ശറഹുൽ മുഹദ്ദബ് വഅമ്മാ സ്വലാത്തു റഗായിബി فهي 12 ركعة بين المغرب والعشاء ليلة أول جمعة من رجب وصلاة ليلة النصف من شعبان 100 ركعة فليستا بسنتين بل هما بدعتان كبيهتان مذمومتان എന്നാണ് മഹാനായ നബവി ഇമാം പറഞ്ഞത്. എന്താ നബവി ഇമാം പറഞ്ഞത്? ഈ ശഅബാനിൽ നിന്നും പകുതിയിലെ രാത്രിയിലുള്ള നിസ്കാരവും അതുപോലെ തന്നെ റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഒരു നിസ്കാരം, ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള നിസ്കാരം എന്ന് റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച, അത് ചില അന്നത്തെ കാലത്ത് ഏതെങ്കിലും നാടുകളിൽ നടന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഇമാമിങ്ങൾ അത്രയും കണിശമായി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ബിദഅത്തായി വരുന്ന സംഗതി ഇവിടൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കണം. ഇത് നമ്മുടെ നാടുകളിൽ ഇങ്ങനെ ഒരു സമ്പ്രദായമില്ല. എന്തുകൊണ്ട്? നമ്മുടെ പൂർവികരായ ആളുകൾ ബിദഅത്ത് ഏതാണ് സുന്നത്ത് ഏതാണ് എന്നത് കണ്ടെത്തുന്ന വിഷയത്തിലും അത് പഠിപ്പിക്കുന്ന വിഷയത്തിലും ഇന്നുള്ള പുത്തനാശയക്കാരെക്കാളും എത്രയോ മുൻപന്തിയിലായിരുന്നു. അവർക്ക് ബോധ്യപ്പെടാത്തൊരു ബിദഅത്തുമില്ല. നിങ്ങൾ നോക്കി, ഇതിലൊക്കെ ഒരു സുന്നത്തിന്റെ ഇതൊക്കെ സുന്നത്താകാനും ഇതൊക്കെ പ്രോത്സാഹിക്കപ്പെടേണ്ടതും അതിനൊക്കെ എല്ലാ നിലക്കും ആശീർവാദം കൊടുക്കപ്പെടേണ്ടതുമായ കാര്യങ്ങളാണ് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ തോന്നിപ്പോകും. 100 റക്അത്ത് നിസ്കരിക്കല്ലേ, അല്ലെങ്കിൽ ഇശാ മഗ്രിബിന്റെ ഇടയിൽ പിന്നെ 12 റക്അത്തുള്ള നിസ്കാരമാണ് സ്വലാത്തുർ റഗായിബ് വരേണ്ട നിസ്കാരം. അപ്പൊ ഇതൊക്കെ പരമാവധി നിസ്കരിച്ചോട്ടെ എന്നല്ല ഇമാമിങ്ങൾ വെക്കേണ്ടത്. അല്ല, അതിന് തെളിവില്ല, രേഖയില്ല. ഇസ്ലാമിൽ അതിനുള്ള സുന്നത്താണെന്ന് പറയാനുള്ള മതിയായ തെളിവുകളില്ല. അതുകൊണ്ട് അത് വേണ്ട എന്ന് വെച്ചവരാണ് നമ്മുടെ ഇമാമിങ്ങൾ. ഇപ്പറഞ്ഞ ഇമാമിങ്ങൾ തന്നെയാണ് സ്വലാത്തു തറാവീഹ് 20 റക്അ. ഇമാം നബി റഹിമഹുല്ലാഹി വാർത്ത നമ്മൾ വായിച്ചത്. നബി ഇമാമിന്റെ ശറഹുൽ മുഹദ്ദിബിൽ സ്വലാത്തു തറാവീഹ് 20 റക്അ വൈറുൽ വിത്രി, വിത്ർ അല്ലാത്തത് തന്നെയാണ് തറാവീഹ് നിസ്കാരം എന്ന് മഹാനവറുകൾ അവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവര് തറാവീഹും വിത്റും തഹജ്ജുദും ഖിയാമുൽ ലൈലും എല്ലാം സ്വലാത്തു തറാവീഹും ഒക്കെ ഒന്നാക്കും. അങ്ങനെ അല്ല, വിത്ർ അല്ലാത്ത ഒരു 20 റക്അത്ത് തന്നെയാണ് തറാവീഹ് എന്ന് മഹാനായ ഇമാം നബവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 20 നിസ്കരിക്കൽ ബിദഅത്ത് എന്നാണ് പുത്തനാശയക്കാർ പറയാറുള്ളത്. പുത്തനാശയക്കാർക്ക് ഈ 100 റക്അത്ത് എന്ന് കേൾക്കുമ്പോ തന്നെ പറ്റൂല. കാരണം എന്താ? ഓൽക്ക് മാസാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കാന യസീദു ഫി റമദാന വലാ ഫി ഗൈരി അലാ 11 റക്അ. റസൂലുള്ള 11നേക്കാൾ നിസ്കരിച്ചിട്ടില്ല. അവരുടെ പുസ്തകങ്ങളിലൊക്കെ കാണാം റസൂലുള്ള 11ലേറെ നിസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്കും തന്നെ അങ്ങനെ ഒരു 11ൽ കൂടുതലുള്ള നിസ്കാരം തന്നെ അല്ല ഒരഭിപ്രായം. ഒരാൾ പരമാവധി ഒരു ദിവസം നിസ്കരിക്കുകയാണെങ്കിൽ 11 റക്അത്തെ അങ്ങനെ സുന്നത്തായി നിസ്കരിക്കാവൂ. അതിന്റെ അപ്പുറത്തൊക്കെ 12 നിസ്കരിച്ചാൽ അത് ബിദഅത്താകും. കാരണം റസൂല കാണിച്ചു തന്നിട്ടില്ല എന്ന ആശയമുണ്ട്. പുത്തനാശയക്കാർ അവിടെ പുസ്തകങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. അഥവാ നമുക്ക് തഹജ്ജുദിന് എണീറ്റാൽ, സുബ്ഹിയുടെ മുമ്പ് തഹജ്ജുദിന് എണീറ്റാൽ എത്രയും തഹജ്ജുദ് നിസ്കരിക്കാം.
തഹജ്ജുദിന് അദദിന്റെ റക്അത്തിന്റെ അദദിന് അറ്റമില്ല. അത് നമ്മുടെ മദ്ഹബിൽ അങ്ങനെയാണ്. എത്ര നിസ്കരിക്കാം. ഇമാമിയങ്ങളുടെ പൂർവികരുടെ ചരിത്രങ്ങളൊക്കെ നോക്കിയാൽ അന്നഹു യുസല്ലി ഫീ കുല്ലി ലൈലത്തിൻ മിഅത റക്അ, ആ മഹാൻ എല്ലാ രാത്രിയിലും 100 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഇങ്ങനെ തുടങ്ങിയിട്ട് 11ൽ കൂടുതൽ റക്അത്തുകൾ നിസ്കരിച്ച ഇമാമുമാരുടെ നീണ്ട നിര നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇങ്ങനെ 11 മാത്രമേ നിസ്കരിക്കാവൂ, 11ൽ കൂടുതലായ അപ്പ കറാഹത്ത്, അപ്പ ഹറാമാകും, ബിദഅത്താകും എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ബിദഈകളുടെ ആശയം അത് ലോക മുസ്ലിമീങ്ങൾക്ക് പരിചയമുള്ള ആശയം അല്ല. അതുകൊണ്ട് നമ്മുടെ ഇമാമിയങ്ങൾ ബിദഅത്താണ് എങ്കിൽ അത് ബിദഅത്താണെന്ന് പറയുവാനും, സുന്നത്താണെങ്കിൽ മാത്രം അത് സുന്നത്താണ് എന്ന് പറയുവാനും എത്രയോ മുൻപന്തിയിലാണ്, അല്ലെങ്കിൽ എത്രയോ അർഹതപ്പെട്ടവരാണ് നമ്മുടെ ഇമാമുമാർ. അവർക്കൊന്നും തിരിയാത്ത ഒരു ബിദഅത്തോ അവർക്കൊന്നും തിരിയാത്ത ഒരു സുന്നത്തോ ഈ പുത്തനാശയക്കാർ അവർക്ക് പിന്നെ ഉദ്ധരിക്കാൻ സാധിക്കുകയില്ല. അപ്പോ ബഹുമാനപ്പെട്ട പിന്നെ നബവി ഇമാം പറയുന്നു, അത് ബിദഅത്താനി കബീഹത്താനി മദ്മൂമത്താനി, അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. അതേ സമയത്ത് ഇവിടെ വേറെ സംഗതിയുണ്ട്. അതേ സമയത്ത് ഈ ശഅബാനിലെ ഈ രാത്രിക്ക് മഹത്വമുണ്ട്. ശഅബാനിലെ ഈ പകുതിയിലെ രാത്രി, ആ രാത്രിക്ക് മഹത്വമുണ്ട്. ആ രാത്രിയുടെ മഹത്വം അറിയിക്കുന്ന ഹദീസുകൾ ധാരാളം വന്നിട്ടുണ്ട്. അല്ലാഹു തആല ആ സമയത്ത് പ്രത്യേകം അവന്റെ റഹ്മത്ത് ആ രാത്രി സമയത്ത് ഇറങ്ങുമെന്നും, അങ്ങനെ എന്നോട് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ ഉത്തരം കൊടുക്കുമെന്നും എന്നറിയിക്കുന്ന നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ ഹദീസുകളെ മുഴുവനും വെച്ച് ഒരുമിച്ച് കൂട്ടിയിട്ട് മഹാനായ ഇബ്നു ഹജർ ഹൈതമി തന്നെ പറഞ്ഞു, ഇതിന്റെ എല്ലാ ഹദീസും കൂടിയപ്പോൾ ഈ ഹദീസിൽ ചില ഹദീസുകൾക്കൊക്കെ ചില മുഅഫുകൾ ഉണ്ടെങ്കിലും ഈ മുഅഫുകളൊക്കെ ഉള്ള ഹദീസുകൾ ധാരാളം വഴികളിലൂടെ ധാരാളം ഹദീസുകൾ വന്നപ്പോൾ ഈ രാത്രിക്ക് പ്രത്യേകം മഹത്വമുണ്ട്, അത് മറ്റുള്ള രാത്രികളെ പോലെയല്ല. അതുകൊണ്ടാണ് ഇമാമിയങ്ങള് അവിടെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ നിരവധി ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും, എന്ത് ശഅബാനിന്റെ പകുതിയിലെ രാത്രി ഇഹ്യാ ചെയ്യാ, എന്താ ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഇഹ്യാ ചെയ്യാ, ശഅബാന്റെ രാത്രി പകുതിയിലെ രാത്രി ഇഹ്യാ ചെയ്യുക, അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ആളുകൾ ഒരുമിച്ച് കൂടുക. ആ ഒരുമിച്ച് കൂടുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ പാടെ കൂടിയിട്ട് പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യം വന്നപ്പോ അതിനെതിരെ ശബ്ദിച്ച ഇമാമിങ്ങൾ. അപ്പൊ ആ രീതിയിൽ ആ രാത്രിക്ക് മഹത്വമുണ്ട് എന്ന വിഷയത്തിൽ തർക്കമില്ല. ഈ രാത്രിക്ക് മഹത്വമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ഇമാമിയങ്ങൾ കൊണ്ടുവരുന്ന ഹദീസുകളുടെ കൂട്ടത്തിൽ ഈ ളായിഫായ ഹദീസിനെയും ചിലപ്പോൾ കൊണ്ടുവരാറുണ്ട്. ഏത്? ഇങ്ങനെ ഒരു 100 റക്അത്ത് നിസ്കരിച്ചാൽ പുണ്യമുണ്ട് എന്ന് അറിയിക്കുന്ന ഹദീസുകളെയും കൂട്ടത്തിൽ കൊണ്ടുവരാറുണ്ട്. അത് കൊണ്ടുവന്നു എന്ന് കരുതിയിട്ട് അന്ന് അങ്ങനെ നിസ്കാരമുണ്ട് എന്ന് സമർത്ഥിക്കലല്ല, മറിച്ച് ഇത്തരത്തിലുള്ള ഉഅഫുകളായ ഹദീസുകളും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് ഈ രാത്രിക്ക് മഹത്വമുണ്ട് എന്ന് സമർത്ഥിക്കാൻ കഴിയും എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു പിന്നെ അവന് ഇഷ്ടപ്പെട്ട ചില രാത്രികളിൽ അവന്റെ റഹ്മത്ത് പ്രത്യേകം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട രാത്രികളിൽ ശഅബാന്റെ പകുതിയിലുള്ള ഈ രാത്രിക്കും അവൻ അല്ലാഹു തആല തിരഞ്ഞെടുക്കപ്പെട്ട രാത്രിയാണ്. അതേ സമയത്ത് അന്ന് ഒരു പ്രത്യേകമായ ഈ നിസ്കാരം അത് സുന്നത്താണോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യമുള്ളത്. ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ടവർ കൊടുത്ത മറുപടി അത് അങ്ങനെ അന്ന് സുന്നത്ത് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഉലമാ തന്നെ ഒരു കാര്യം സുന്നത്താണെങ്കിൽ സുന്നത്താണെന്ന് പറയാനും ബിദഅത്താണെങ്കിൽ ബിദഅത്താണെന്ന് പറയാനും. ഞാൻ ഓർക്കും, നമ്മുടെ ഈ റൂമിൽ തുറന്ന ആ കാലഘട്ടത്തിൽ അന്ന് ഒരാൾ വലിയ കാര്യമായിട്ട് ഈ സംഭവം ചോദിച്ചിരുന്നു, ഇങ്ങനെ 100 റക്അത്ത് സുന്നത്തുണ്ടോ, ഈ 100 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ
എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അത് പറ്റുകയില്ല, അത് നല്ലതല്ല, അത് മദ്മൂമത്തായ വിദഅത്താണ്, അത് ചെയ്യേണ്ടതല്ല എന്ന് നബവി ഇമാമിൽ നിന്നും ഇബ്നു ഹജർ ഹൈതമിയിൽ നിന്നും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് മഹാനായ സാലിഹ് റഹിമഹുല്ലാഹ് അവിടെ മറുപടി കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഫത്ഹുൽ മുഈൻ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിലും ഈ വിഷയം ഇതുപോലെ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി